നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അടുത്ത 3 വർഷത്തിനുള്ളിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരത രാജ്യത്ത് നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസമിലെ ദിസ്പൂരിൽ സശസ്ത്ര സീമാ ബാലിന്റെ 60ാമത് സ്ഥാപക ദിനത്തിൽ സംസാരിക്കവെയാണ് അമിത്ഷായുടെ ഭാഗത്തു നിന്നും സുപ്രധാന പരാമർശമുണ്ടായിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ SSBയുടെ ധീരതയെ അമിത്ഷാ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. CRPFനൊപ്പവും അതിനോടൊപ്പം BSFനൊപ്പവും കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി SSBക്ക് കഴിഞ്ഞു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അടുത്ത 3 വർഷത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് നിന്നും പുറത്താക്കാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് ഭീകരതയായിരിക്കും. നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ എന്നിവിടങ്ങളിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെയും വലിയ പോരാട്ടം ഉണ്ടാകും. ഓരോ പ്രദേശങ്ങളിലെയും ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് അവലോകനം ചെയ്യുമ്പോഴെല്ലാം തന്നെ അസമിൽ നിന്നുള്ള ഈ സംഘടനയെ കൂടി ഉൾക്കൊള്ളിക്കുമെന്നുകൂടി അമിത്ഷാ പറയുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ ഭീകരവാദികൾക്കെതിരെ പോരാടി നിരവധി SSB പ്രവർത്തകർ ജീവൻ വെടിഞ്ഞിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഈ സശസ്ത്ര സീമാ ബലിന്റെ സ്ഥാപക ദിനത്തിൽ സംസാരിക്കവെയാണ് അവരുടെ ഓരോ സംഭാവനകളും അമിത്ഷാ എണ്ണി പറഞ്ഞിരിക്കുന്നത്. SSBയുമായി ബന്ധപ്പെട്ട പോസ്റ്റൽ സ്റ്റാമ്പുകൾ ഈ അവസരത്തിൽ കേന്ദ്രം പുറത്തിറക്കിയതായും അദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ കേന്ദ്ര സായുധ പോലീസ് സേനയുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി അമിത്ഷാ നടത്തുന്നു. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിലും സേവിക്കുന്നതിലും SSBക്ക് വലിയ ചരിത്രമുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. അതായത് ഈ കഴിഞ്ഞ കാലയളവിൽ കേന്ദ്രം ചെയ്ത ഏറ്റവും വലിയ നടപടികളിൽ ഒന്നായിരുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുക എന്നുള്ളത്. അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ നമുക്ക് അറിവുള്ളതാണ്. ആ ഒരു സംഘടനയുടെ തന്നെ നട്ടലൊടിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP ഭരണകൂടവും ചെയ്തത്. ഈ ഒരു ഭരണകാലയളവിൽ പോപ്പുലർ ഫ്രണ്ടിനെയാണ് അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ആയിരുന്നു BJPയുടെ പോരാട്ടമെങ്കിൽ ഇനി 3ാമത് അധികാരത്തിലെത്തുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ആയിരിക്കുമെന്ന ശക്തമായ സന്ദേശം തന്നെയാണ് അമിത്ഷാ പങ്കുവയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.